ചാലക്കുടി സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് സംയുക്ത തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കഴിഞ്ഞ 3 മാസമായി എഫ്സിയുടെ ഷെഡിൽ നിന്നും മൊത്ത വിതരണക്കാരുടെ ഗോഡൌണുകളിലേക്ക് ചരക്കുകൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ലോറി ഉടമകൾക്കും തൊഴിലാളികൾക്കുമായി 12 ലക്ഷത്തോളം രൂപ കുടിശ്ശികയാണ്. ഈ തുക എത്രയും വേഗം നൽകണമെന്നാവശ്യപ്പെട്ട് BMS, CITU യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും CITU ഏരിയ പ്രസിഡന്റ് KP തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനയും മറ്റും ഉണ്ടായിട്ടും കഴിഞ്ഞ 5 വർഷം മുൻപുള്ള കരാർ പ്രകാരമുള്ള വാടകയാണ് നൽകുന്നത്. ആ വാടകയാണ് കഴിഞ്ഞ 3 മാസമായി ലഭിക്കാത്ത അവസ്ഥ. വാടക വർദ്ധിപ്പിക്കണമെന്നും കുടിശ്ശിക നൽകണമെന്നും ആവശ്യപ്പെട്ടും നോട്ടീസ് നൽകിയിട്ടും ഒരു നടപടിയും ഇല്ലെന്ന് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. ചാലക്കുടി, മുകുന്ദപുരം, കൊടുങ്ങല്ലൂർ താലൂക്കുകളിലേക്കാണ് ഇവിടെ നിന്ന് റേഷൻ സാധനങ്ങൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന 66 ലോറികൾക്കാണ് കുടിശ്ശിക നൽകുവാനുള്ളത്. FCI പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സിവിൽ സപ്ലൈസ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. BMS മേഖലാ വൈസ് പ്രസിഡന്റ് CT ബെന്നി അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ ഉപാധ്യക്ഷൻ MS സുനിൽ, മേഖലാ സെക്രട്ടറി CR ജിനു, CITU മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം KO തോമസ്, ജോഷി മറ്റത്തിൽ, MT നൈജോ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനും നിങ്ങളുടെ മുൻപിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞു. നടക്കാൻ പോകുന്ന ഒരു സമരത്തിന്റെ മുന്നോടിയായിട്ടാണ് ഒരു പ്രതിഷേധ ധർണ എന്ന നിലയിൽ നടത്തുന്നത്. ഇത് ഒരു പുതിയ അവകാശത്തിന് വേണ്ടിയോ ഒരു പുതിയ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമല്ല. മറിച്ച് തങ്ങൾ ഇത്ര നാൾ ജോലി ചെയ്ത് ആ ജോലി ചെയ്ത കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടികൾ സംഘടിപ്പിക്കുക. തൊഴിലാളികളെ ക്ഷണിക്കുക. അപ്പൊ ആദ്യ കടമ്പ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും മറ്റു അവകാശപ്പെട്ട അവകാശങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ അത് കൃത്യമായിട്ട് നേടിക്കൊടുക്കാന്നുള്ളതാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പൊ ആ രീതിയിലേക്ക് ഞങ്ങൾ ഈ സൂചന പണിമുടക്ക് വിട്ട് നാളെ